குட் மார்னிங் சார். குட் மார்னிங். நீங்க இந்த ப்ரோக்ராம் ஸ்டார்ட் பண்ணதுக்கு முன்னாடி கேக்குதா? ஃபர்ஸ்ட் உங்க ஹெல்த் கண்டிஷன் எப்படி இருந்தது? இப்போ எப்படி இருக்குன்றது வந்து சொல்லுங்க. உங்க பேர், உங்க வயசு சொல்லுங்க. எந்த ஊர்ல இருந்து பேசுறீங்க? ஓகே, என்னோட பேரு ஃபாதர் லிஜோ ஜோர்ஜ். நான் சர்ச் ஃபாதராയിട്ട് இருக்குது. என்னோட வயசு 32. ஓகே. என் மதுரை இருக்குது இப்போ. ஓகே. ப்ரோக்ராம் ஸ்டார்ட் பண்ணதுக்கு முன்னாடி எனக்கு ஹை சுகர் இருந்துச்சு. 200க்கு மேல இருந்துச்சு. ഓക്കെ. അതുക്കപ്പുറം HbA1c 9.1. ഓക്കെ. മാർച്ച് എൻഡിലാണ് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോയത്. ഡോക്ടർ പറഞ്ഞു ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, ഒരു വട്ടം കൂടെ നോക്കിയിട്ട് റെഡി ആയില്ലെങ്കിൽ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോഴാണ് ഏപ്രിൽ മാസമാണ് എന്നോട് കോച്ച് പ്രസന്നകുമാർ സാറിനെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ പരിചയമൊന്നുമില്ല. ഒരു 3 വർഷത്തിന് മുമ്പ് ട്രെയിൻ വെച്ചുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. അങ്ങനെ ഞാനൊരു ഫ്ലയർ കണ്ടിട്ടാണ് ഞങ്ങളിലേക്ക് വരുന്നത്. 0 to Hero 95 എന്ന് പറയുന്നൊരു പ്രോഗ്രാം, അതിന്റെ ഫ്ലയർ കണ്ടിട്ടാണ് ഞാൻ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലൂ പ്രിന്റ് 5 days ബ്ലൂ പ്രിന്റ് കണ്ടിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ മെയ് ജൂൺ 2 മാസം ഞാൻ ആദ്യം വെയിറ്റ് മാനേജ്മെന്റ് ആണ്. കാരണം എനിക്ക് 175 സെന്റിമീറ്റർ ഹൈറ്റും 78.5 കിലോഗ്രാം വെയിറ്റുമാണ് എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് ആദ്യം ഞാൻ എന്നോട് പറഞ്ഞ ഷുഗർ ഈ ആദ്യത്തെ 2 മാസം നോർമൽ രാവിലെ മാത്രം ന്യൂട്രീഷൻ ഫുഡ് എടുത്തുകൊണ്ട് വെയിറ്റ് ഷുഗർ കൺട്രോൾ ആയിട്ട് മാത്രം വെയിറ്റ് കുറച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ജൂലൈ മാസമാണ് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഷുഗർ നോർമൽ ആയിരിക്കുകയാണ്, 100. അതുപോലെ തന്നെ എനിക്ക് 7.1 HbA1c ആ ഒരു രീതിയിലേക്ക് വന്നു. ഈ ഇടയ്ക്ക് ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടറും വളരെ സന്തോഷമാണ്. കാരണം മെഡിസിൻ അതുപോലെ തന്നെ ആണെങ്കിലും അത് കുറയ്ക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഡോക്ടറിനുണ്ട് എന്ന് പ്രത്യേകമായിട്ടും അതിൽ മനസ്സിലായി. പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പ്രസന്നകുമാർ സാറും ബിന്ദു മാഡമാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പ്രോഗ്രാമിലേക്ക് ഇറങ്ങുമ്പോൾ അത് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ ഞാൻ ഇറങ്ങാറുള്ളൂ. കാരണം അത് ആ പ്രോഡക്റ്റിനെ പറ്റി അങ്ങനെയുള്ള കാര്യത്തെ പറ്റിയൊക്കെ കൂടുതൽ പഠിച്ചിട്ട് മാത്രമേ അതിലേക്ക് പോകാറുള്ളൂ. പിന്നെ ഈ ആദ്യം ഇത്ര എമൗണ്ട് ആണ് കേട്ടപ്പോൾ എനിക്കൊരു വളരെ വിഷമമുണ്ടായി. കാരണം ഞങ്ങളെ സംബന്ധിച്ച് സാധാരണ ഒരു ലെവൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത്ര എമൗണ്ട് കൊടുത്ത് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലായി. പിന്നെ ആ പ്രോഗ്രാം കണ്ടപ്പോഴും അതിലുള്ള ആളുകളുടെ എക്സ്പീരിയൻസ് കേട്ടപ്പോഴുമാണ് ഇതിലേക്ക് വരാനായിട്ട് കൂടുതൽ സാധ്യമായി തീർന്നത്. പ്രത്യേകിച്ച് ഈ 555 പ്രോഗ്രാമിൽ നമുക്ക് എങ്ങനെ മണി മാനേജ്മെന്റ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ കുടുംബജീവിതം ക്രമീകരിക്കണം, ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കി. അതുപോലെ തന്നെ സെക്കൻഡ് സെഷനിൽ എഡ്യൂക്കേഷൻസ്, എങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കണം, എങ്ങനെ വെള്ളം കുടിക്കണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒത്തിരി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാറിന്റെ ക്ലാസ്സുകൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രോഗ്രാം എനിക്ക് വളരെയേറെ ഉപയോഗം ചെയ്തു. അത് ഒത്തിരി പേർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനൊരു പ്രോഗ്രാം എനിക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത എന്റെ കോച്ചിന് എല്ലാവിധമായ നന്ദി സ്നേഹവും പ്രത്യേകമായിട്ടും അറിയിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇവരോട് പോടുപ്പா. ஓகே, வெரி குட். பாருங்க, வெறும் 3 கிலோ தான் குறைச்சிருக்காரு. ஆனா அவர் வந்து பாத்தீங்கன்னா சுகர் பேஷண்ட், இன்சுலின் போடணும்னு டாக்டர் சொன்னதுனால இந்த ப்ரோக்ராம் ஸ்டார்ட் பண்ணிருக்காரு. ஒரு 3 கிலோ வெயிட்டும் குறைச்சிருக்காரு. இப்போ வந்து இப்போ இன்சுலின்ல இருந்து நார்மலுக்கு வந்துட்டீங்க. டேப்லெட் இல்ல, இப்போ ടാബ്ലറ്റ് ഉണ്ട്, അത് കുറച്ചു അതിന്റെ ഡോസ്. എംജി കമ്മി பண்ணிட்டாங்க. இப்போ எவ்வளவு இருக்கு சுகர் லெவல்? இப்போ 100 130. സൂപ്പർ, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. ഇന്ന് വെയിറ്റ് 74.90. இன்னைக்கு வெயிட்டா 74? வெரி குட், சூப்பர். ഇന്ന് എന്നോட പയ്യന്റെ പിറന്നാള്, അന്നേക്ക് എനിക്ക് സ്റ്റോറി சொல்ல முடிஞ்சது. அதான் വളരെ ബ്ലെസ്സിங் ആയിട്ട് இருக்குது. வெரி குட், வெரி குட், சூப்பர். உங்க பையனுக்கு ஒரு வாழ்த்துக்கள் சொன்னேன்னு சொல்லிடுங்க. இனிய பிறந்த நாள் வாழ்த்துக்கள். ஓகே ஓகே, கங்க்ராச்சுலேஷன்.
கங்க்ராச்சுலேஷன்.